الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر ذنب وقابل توب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وقال الذين كفروا لن نؤمن بهذا القرآن ولا بالذي بين يديه ولو ترى إذ الظالمون موقوفون عند ربهم يرجع بعضهم إلى بعض القول يقول الذين استضعفوا للذين استكبروا لولا أنتم لكنا مؤمنين ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികൾ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളും അനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വിശ്വാസത്തിന്റെ മഹത്വവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു കഥയുണ്ട്. അല്ലാഹു റസൂൽ പറഞ്ഞു, പണ്ട് കാലത്തൊരു മനുഷ്യനുണ്ടായിരുന്നു. ലൈസ ലഹു അമലുൻ ഖത്തുൻ, അയാൾക്ക് തൗഹീദ് ഉണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായിരുന്നു. എന്നാൽ അയാളുടെ ജീവിതകാലത്ത് നന്മകൾ എന്ന നിലക്ക് എടുത്തു പറയാവുന്ന ഒരു കർമ്മം പോലും അദ്ദേഹം ചെയ്തിരുന്നില്ല, ഒരു സൽപ്രവർത്തനവും അദ്ദേഹം ചെയ്തിരുന്നില്ല. അദ്ദേഹം മരണപ്പെടാൻ സമയത്ത് അദ്ദേഹം മക്കളെ മുഴുവൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാൽ നിങ്ങൾ എന്റെ ശരീരം കത്തിക്കണം, എന്നിട്ട് അതിന്റെ ചാരം, അതിന്റെ വെണ്ണീർ പകുതിയാക്കി കരയിലും പകുതിയാക്കി കടലിലും നിങ്ങൾ അതിനെ കടലിൽ ഒഴുക്കിക്കളയുകയും കരയിൽ കാറ്റിൽ പറത്തിക്കളയുകയും ചെയ്യണം എന്നാവശ്യപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ടപ്പോ മക്കൾ അങ്ങനെ തന്നെ ചെയ്തു. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, എന്നാൽ അള്ളാഹു കടലിനോടും കരയോടും അദ്ദേഹത്തിന്റെ ശരീരത്തെ കൂട്ടിയോജിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ അദ്ദേഹത്തെ ഹാജരാക്കി. അദ്ദേഹത്തോട് അള്ളാഹു ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൽപ്പിച്ചത്, മക്കളെ ഇങ്ങനെ ഏൽപ്പിച്ചതിന്റെ കാരണമെന്താ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവേ, ഞാൻ നിന്നെ ഭയപ്പെട്ടിട്ടാണ്. പരലോകത്ത് ഹാജരാക്കപ്പെടുകയും നിന്റെ മുന്നിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും നീ എന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് എടുത്തു പറയാൻ ഒരു നന്മകളും എന്റെ ജീവിതത്തിലില്ല. ഞാൻ എന്തെങ്കിലും ഒരു സൽപ്രവർത്തനം ചെയ്തത് പറയാൻ എന്റെ ജീവിതത്തിലില്ല. അങ്ങനെ നിന്റെ മുന്നിൽ വന്ന് പെട്ട് ഞാൻ ശിക്ഷിക്കപ്പെടുമോ എന്ന ഭയം കൊണ്ടാണ് നാഥ ഞാൻ അപ്രകാരം എന്റെ മക്കളോട് പറഞ്ഞതും അങ്ങനെ ചെയ്യിപ്പിച്ചതും എന്ന് അദ്ദേഹം വിശദീകരിക്കുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്, അദ്ദേഹത്തിന് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, അദ്ദേഹത്തിന് പരലോകത്തിൽ വിശ്വാസമുണ്ട് എന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ പേടി അള്ളാഹുവിൽ വിശ്വാസമുള്ളത് കൊണ്ടുള്ള പേടിയാണ്. അദ്ദേഹം അപ്രകാരം ചെയ്യാൻ ആവശ്യപ്പെട്ടതും മക്കളെ ഏൽപ്പിച്ചതും പരലോകത്തിൽ അദ്ദേഹത്തിന് വിശ്വാസമുള്ളതുകൊണ്ടാണ്. അള്ളാഹുവിൽ ഇപ്രകാരം വിശ്വസിച്ചു എന്ന കാരണത്താൽ, പരലോകത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു എന്ന കാരണത്താൽ
അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നത്. ഒരാൾക്ക് ശക്തമായ വിശ്വാസമുണ്ടായാൽ, എടുത്തു പറയാൻ അയാൾക്ക് കർമ്മങ്ങളൊന്നുമില്ലെങ്കിൽ പോലും അള്ളാഹുവിന്റെ കോടതിയിൽ തന്റെ കർമ്മങ്ങളെ കൊണ്ട്, തന്റെ കർമ്മങ്ങളില്ലാതെ തന്റെ വിശ്വാസം കൊണ്ട് ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടേക്കാം എന്ന് പറയാനാണ്. വിശ്വാസത്തിന് അത്രത്തോളം ശ്രേഷ്ഠതയും മഹത്വവും ഉണ്ട് എന്ന് വിശദീകരിക്കാനാണ് പണ്ഡിതന്മാർ ഈ സംഭവം ഉദ്ധരിക്കാറുള്ളത്. ഞാനിത് പറയുന്നത് നമ്മുടെ നാട്ടിൽ മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തിന് വന്നുകൊണ്ടിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചും ച്യുതിയെ സംബന്ധിച്ചും എത്രത്തോളം മാരകമായ തകർച്ചയിലേക്കും ജീർണതയിലേക്കുമാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന അപകടത്തെക്കുറിച്ചും ചിന്തിക്കാനാണ്. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ സംഭവത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠതയെ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ പരലോകത്ത് വരുമ്പോ അള്ളാഹുവിന്റെ കോടതിയിൽ വിശ്വാസകാര്യങ്ങളിൽ പിഴച്ചവരും അവരെ പിഴപ്പിച്ചവരുണ്ടാവും. നേതാക്കളും അനുയായികളും അവിടെ ഉണ്ടാവും. പലരെയും പിൻപറ്റിയ കാരണത്താൽ, പലരുടെയും പിന്നാലെ പോയതിന്റെ കാരണത്താൽ, പലരുടെയും കൂടെ കൂടിയതിന്റെ കാരണത്താൽ, ഞാൻ ആ വ്യക്തിയുടെ ആളാണ്, ഞാൻ ഈ വ്യക്തിയുടെ ആളാണ്, എന്നെ ഇന്നയാള് വല്ലാതെ സ്വാധീനിക്കുന്നു, ഇന്നയാളുടെ പാണ്ഡിത്യം, ഇന്നയാളുടെ സംസാരം, ഇന്നയാളുടെ രീതികൾ, ഇന്നയാളുടെ ശൈലികൾ, അതെനിക്ക് വലിയ ഇഷ്ടമാണ്. ഇതെല്ലാം നോക്കി വിശ്വാസകാര്യങ്ങൾ സ്വീകരിക്കുന്ന, അഖീദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിലപാടെടുക്കുന്ന ആളുകൾ, അവർ നാളെ പരലോകത്ത് വരുമ്പോ അവർക്ക് സങ്കടപ്പെടേണ്ടി വരും, അവർക്ക് വേദനിക്കേണ്ടി വരും, അവർക്ക് വിഷമിക്കേണ്ടി വരും എന്നാണ് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത്. ആളെ നോക്കിയിട്ടല്ല, ആരാണ് പറയുന്നതെന്ന് നോക്കിയിട്ടല്ല, കക്ഷി ഏതാണ്, വിഭാഗം ഏതാണ് എന്ന് നോക്കിയിട്ടല്ല. മനുഷ്യരിലെ, സമൂഹത്തിലെ, സമുദായത്തിലെ മഹാഭൂരിപക്ഷം ആളുകൾ അവരുടെ അഖീദയെ സ്വീകരിക്കുന്നത് അവരവരുടെ കക്ഷിക്കും വിഭാഗത്തിനും സംഘടനക്കും അനുസരിച്ചാണ് എന്ന സങ്കടമുള്ള ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഒരു മനുഷ്യനെ അള്ളാഹുവിന് പകരമായി പഠിപ്പിക്കുക, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ ഒരാളിലുണ്ട് എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുക, അത് ആ വിശ്വാസം വലുതായി 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 അയാൾ അള്ളാഹു തന്നെയാണ്, അത് പടച്ചോൻ തന്നെയാണ് എന്ന് പാടുന്നിടം വരെ, അങ്ങനെ പാടി പറയുന്നിടം വരെ അവരുടെ വിശ്വാസം എത്തുക. നമ്മുടെ നാട്ടിൽ ജീവിച്ച ഒരാൾ, അദ്ദേഹം 90കളിലാണ് മരണപ്പെടുന്നത്. ബാഖിയാത്ത് സ്വാലിഹാത്തിൽ പോയി ബാഖവി ബിരുദമെടുത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹം മരണപ്പെട്ടപ്പോ ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തെ വലിയാണ്, ഔലിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടായി. അദ്ദേഹം മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ വലിയ മദ്ഹുകൾ നാട് മുഴുവൻ, വലിയ വലിയ ഉത്തരവാദപ്പെട്ട ആളുകൾ, വലിയ വലിയ ഉസ്താദുമാർ അദ്ദേഹത്തിന്റെ മദ്ഹുകൾ പറയുകയും പ്രചരിപ്പിക്കുകയും കഥകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഏറ്റവും അടുത്ത കാലത്ത്, ഒരു 2 കൊല്ലം മുമ്പ് കേരളത്തിൽ നമ്മൾ വ്യാപകമായി അദ്ദേഹത്തെ സംബന്ധിച്ച്, അദ്ദേഹം മുദബ്ബിറുൽ ആലമാണ്, ആ മരണപ്പെട്ട മനുഷ്യൻ മുദബ്ബിറുൽ ആലമാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ സുന്നി സഹോദരങ്ങൾ എന്നറിയപ്പെടുന്നവർ, സമസ്തയിൽപ്പെട്ട ഇരുവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് നീങ്ങി. ആ ഒരു കാര്യം വ്യാപകമായി നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ, മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഭൂമിയും ഈ ദുനിയാവും ഈ നാടും മാത്രമല്ല, ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നതിൽ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ പോയി പഠിച്ച് ബാഖവി ബിരുദം എടുത്ത് പിന്നീട് മതപണ്ഡിതനായി ജീവിച്ച് നമുക്കിടയിലൂടെ ഇരുന്നും നടന്നും കഴിഞ്ഞുകൂടിയ ഒരു മനുഷ്യൻ മരണപ്പെട്ടപ്പോ അയാൾ മുദബ്ബിറുൽ ആലമാണ്, ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരാളാണ് എന്ന് വിശ്വസിക്കുക. അത് സാധാരണക്കാർ പറയല്ല. വലിയ തലപ്പാവും താടിയും ജാടയും മോടിയും ഒക്കെ ഉള്ള ആളുകള് വലിയ വലിയ വേദികളിൽ വന്ന്
ഇങ്ങനെ മരണപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹം വലിയാണ്, അദ്ദേഹം മുദബ്ബിറുൽ ആലമാണ്, ലോകം നിയന്ത്രിക്കുന്നതിൽ അദ്ദേഹത്തിന് പങ്കുണ്ട്, ഈ ലോകം നിയന്ത്രിക്കുന്നതിൽ അദ്ദേഹത്തിന് പങ്കുണ്ട്. വിമാനങ്ങൾ പറക്കുമ്പോ താഴെ വീഴാതിരിക്കുന്നത്, പക്ഷികൾ പറക്കുമ്പോ അവ താഴെ വീഴാതിരിക്കുന്നത്, ഈ ലോകത്തെ ഓരോ അനക്കങ്ങളിലും അടക്കങ്ങളും പ്രപഞ്ചത്തിന്റെ ചലനങ്ങളിലുമൊക്കെ നിയന്ത്രണമുള്ള ഒരാളാണ് ആ മരണപ്പെട്ടുപോയ വലിയ എന്ന് വിശ്വസിക്കുക. ഏറ്റവും അവസാനം ആ വിശ്വാസം എത്തി നിൽക്കുന്നത് അദ്ദേഹത്തെ പടച്ചോനാണ് എന്ന് പറയുന്നതിൽ ഭയപ്പെടുന്നത് എന്തിനാണ്? മടി കാണിക്കുന്നത് എന്തിനാണ്? പേടിക്കുന്നത് എന്തിനാണ്? അദ്ദേഹം പടച്ചോനാണ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റെന്താണ് എന്ന് ചോദിക്കുന്നിടത്താണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസം എത്തി നിൽക്കുന്നത്. ഞാൻ നിങ്ങളോട് ആ വിശദീകരണങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പരലോകത്ത് കുറച്ച് നേതാക്കന്മാരും അവരുടെ അനുയായികളും വരും. അതിനെക്കുറിച്ച് ഖുർആനിൽ 4-5 സ്ഥലങ്ങളിൽ പറഞ്ഞ ചില പരാമർശങ്ങളുണ്ട്. ഞാൻ അതിനെപ്പറ്റി പറയുമ്പോ കേരളത്തിലെ മുസ്ലിം സമുദായത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ആ ആയത്തുകൾ ഇങ്ങനെ വായിക്കുമ്പോ, ആയത്തുകളുടെ വാക്കുകൾ ഇങ്ങനെ വായിക്കുമ്പോ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനകത്ത് ഈ പറയുന്ന 2 സമസ്ത വിഭാഗങ്ങളും അവരുടെ വിശ്വാസങ്ങളും അവരുടെ വീക്ഷണങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും സമൂഹത്തിൽ അവർക്കുള്ള സ്വാധീനവും അവരെ പിൻപറ്റിയ ആൾക്കാർ ജീവിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചുകൊള്ളുക. ഒന്നാമത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ഞാൻ ഓതി വച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിൽ 34-ാം അധ്യായത്തിലെ 31-ാമത്തെ ആയത്ത്, വഖാലല്ലദീന കഫറൂ ലൻ നുഅ്മിന ബിഹാദൽ ഖുർആൻ വലാ ബില്ലദീ ബൈന യദൈഹി വലൗ തറാ ഇദിൽ ളാലിമൂന മൗഖൂഫൂന ഇൻദ റബ്ബിഹിം. അക്രമികളായ ആളുകൾ അല്ലാഹുവിന്റെ കോടതിയിൽ വന്നു നിൽക്കും. അക്രമികളായ ആളുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ വന്നു നിൽക്കും. യർജിഉ ബഅ്ദുഹും ഇലാ ബഅലിനൽ ഖൗൽ. അവർ പരസ്പരം ഇങ്ങനെ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കും. അക്രമികളിൽ ചില ആളുകളെ പറ്റി ആക്ഷേപങ്ങൾ പറയും, ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അധികാരങ്ങളും പദവികളും സ്വാധീനങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന വലിയ വലിയ ആളുകളോട് അവരുടെ കൂട്ടത്തിലെ അവരെ പിൻപറ്റി ജീവിച്ച ദുർബലന്മാരായ ആളുകൾ പറയും, ലൗലാ അൻതും ലകുന്നാ മുഅ്മിനീൻ. ഞാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം അതാണ്, ലൗലാ അൻതും ലകുന്നാ മുഅ്മിനീൻ. നാളെ പരലോകത്ത് വരുമ്പോ ഒരു കൂട്ടം ആളുകൾ അവർ പിൻപറ്റി ജീവിച്ച അവരുടെ നേതാക്കന്മാരോട് പറയും, നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ മുഅ്മിനീങ്ങളായി മാറുമായിരുന്നു, ഞങ്ങൾ ഒരിക്കലും കുഫ്റിൽ പെടുമായിരുന്നില്ല, ഞങ്ങൾ ഒരിക്കലും ഷിർക്കിൽ അകപ്പെടുമായിരുന്നില്ല, ഞങ്ങളുടെ വിശ്വാസത്തിനൊരിക്കലും ഏതെങ്കിലും നിലക്ക് കോട്ടങ്ങൾ തട്ടുമായിരുന്നില്ല, ഞങ്ങൾ മുഅ്മിനാകുമായിരുന്നു നിങ്ങളില്ലായിരുന്നുവെങ്കിൽ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ നാളെ പരലോകത്തുണ്ടാകും. ഇത് അല്ലാഹു തന്നെ പ്രയോഗിച്ച പദമാണ്, ലൗലാ അൻതും, നിങ്ങളില്ലായിരുന്നുവെങ്കിൽ. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ നേതാക്കന്മാരായി, ഞങ്ങളുടെ സംഘടനക്കാരായി, ഞങ്ങളുടെ കക്ഷിയായി, ഞങ്ങളെ നയിക്കുന്നവരായി, കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് വിശദീകരിക്കുന്നവരായി ഞങ്ങളോടൊപ്പം നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ലകുന്നാ മുഅ്മിനൂൻ, ഞങ്ങൾ യഥാർത്ഥത്തിലുള്ള വിശ്വാസികളായി ശരിക്കുള്ള ഈമാനുള്ള മനുഷ്യരായി ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നു എന്നവർ പറയും. അതിന് ഈ നേതാക്കന്മാർ പറയുന്ന മറുപടിയുണ്ട്. ദുനിയാവിൽ, നാട്ടിൽ, വർത്തമാനകാലത്ത് നമ്മുടെ നിലവിലുള്ള സാഹചര്യത്തിൽ നേതാക്കളെ ആദരിക്കും, നേതാക്കൾ അനുയായികളെ സംരക്ഷിക്കും. പക്ഷെ പരലോകത്ത് വരുമ്പോ അള്ളാഹുവിന്റെ കോടതിയിൽ സ്വർഗനരകങ്ങളൊക്കെ തീരുമാനിക്കുന്നിടത്ത് 2 കക്ഷിയായി നിന്നുകൊണ്ട് തർക്കിക്കുമ്പോ നേതാക്കളോട് നിങ്ങൾ കാരണമാണ് ഞങ്ങൾ പഠിച്ചുപോയത്, നിങ്ങളില്ലാത്തൊരു നാട്ടിലാണ് ഞങ്ങൾ ജനിച്ചതെങ്കിൽ ഞങ്ങൾ വിശ്വാസികളാകുമായിരുന്നു. ചില ആളുകളുടെ മുഖത്തു നോക്കി വേറെ ചില ആളുകൾ പറയും, നിങ്ങളില്ലാത്തൊരു നാട്ടിലാണ്, നിങ്ങളില്ലാത്തൊരു കാലത്താണ് ഞങ്ങൾ ജനിച്ചതെങ്കിൽ ഞങ്ങൾക്ക് ഈമാൻ ഉണ്ടാകുമായിരുന്നു, ഞങ്ങൾ പിഴച്ചു പോകില്ലായിരുന്നു എന്നവർ പറയും. ഖാലല്ലദീന ഇസ്തക്ബറൂ ലില്ലദീന ഇസ്തുളഇഫൂ. ഈ ദുർബലരായ തങ്ങളെ പിൻപറ്റി ജീവിച്ച നാടന്മാരായ മനുഷ്യരോട് ഇവരുടെ നേതാക്കന്മാർ പറയുന്ന മറുപടി, അനഹ്നു സ്വദദ്നാകും അനിൽ ഹുദാ. ഞങ്ങളാണോ നിങ്ങൾക്ക് സന്മാർഗം വന്നെത്തിയിട്ട്, നിങ്ങൾക്ക് ഖുർആൻ ഇറങ്ങിയിട്ട്, നിങ്ങളുടെ മുമ്പിൽ ഹദീസ് ഉണ്ടായിട്ട് ഞങ്ങളാണോ നിങ്ങളെ തടഞ്ഞത്? ഞങ്ങളാണോ നിങ്ങളെ പഠിപ്പിച്ചത്? ഞങ്ങളാണോ നിങ്ങളെ തെറ്റിച്ചത്? ഞങ്ങളുടെ മേലെ കുറ്റമിട്ട് നിങ്ങൾ രക്ഷപ്പെടുകയാണോ? പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ബൽ കുന്തും മുജ്രിമീൻ, നിങ്ങൾ തന്നെയാണ് കുറ്റക്കാർ.
നിങ്ങൾ തന്നെയാണ് കുറ്റക്കാർ എന്ന് പിഴപ്പിച്ചവർ, ഈ സ്വാധീനിച്ചവർ, ഈ നേതാക്കന്മാർ, പലയിടത്തേക്കും വിളിച്ചു കൊണ്ടുപോയവർ, പല ആശയങ്ങളും പഠിപ്പിച്ചവർ, പല നിലക്കും മനുഷ്യരെ തെറ്റിച്ചു കളഞ്ഞവർ, ഞങ്ങളെ തെറ്റിപ്പിച്ചത് നിങ്ങളാണ് എന്ന് സാധാരണക്കാർ പറയുമ്പോ, ദുർബലരായ ആൾക്കാർ പറയുമ്പോ, നേതാക്കന്മാർക്കനുസരിച്ച് ദീൻ തീരുമാനിച്ചവർ, ഇന്ന നേതാവ് പറഞ്ഞതുകൊണ്ട് എന്റെ ദീനും കൂടെ പഠിച്ചുപോയല്ലോ, അയാളില്ലെങ്കിൽ ഞാനൊക്കെ ഈമാനുള്ള ഒരാളായി മാറുമായിരുന്നു, അയാള് പറഞ്ഞപ്പോ അയാളൊക്കെ ശരിയല്ലാത്തത് പറയോ, അയാളുടെ അക്കീദക്കൊക്കെ പിഴവ് പറ്റുമോ, അയാൾക്ക് തൗഹീദ് ഇല്ലാതെ ആയിപ്പോകോ, അയാള് തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകോ, അയാൾക്കൊക്കെ ശിർക്ക് സംഭവിക്കോ, അങ്ങനെ ചിന്തിച്ചിട്ട് അയാളെ പിന്നാലെ പോയതാണ്, അയാളുടെ കൂടെ കൂടിയതാണ്, അയാളുടെ കക്ഷി അയാള് ശരിയാണ്, അതുകൊണ്ട് അയാളുടെ കക്ഷിയും ശരിയാണ് എന്ന നിലക്ക് ആ കക്ഷിയുടെ കൂടെ നിന്നതാണ്. ഞാൻ ചിന്തിച്ചില്ല, ഞാൻ ആലോചിച്ചില്ല, ഞാൻ വിഷയം പഠിച്ചില്ല, അതുകൊണ്ട് എന്നെ പിഴപ്പിച്ചു കളഞ്ഞത് നിങ്ങളാണ് എന്ന് പറയുമ്പോ ആ പിഴപ്പിച്ചവർ, നേതൃത്വം കൊടുത്തവർ, നേതാക്കന്മാർ, മുന്നിൽ നടന്നവർ, അവർ തിരിച്ചു പറയുന്ന മറുപടി ബൽ കുന്തും മുജ്രിമീൻ, നിങ്ങൾ തന്നെയാണ് കുറ്റക്കാർ. നിങ്ങൾ പഴച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അഖീദ പഴച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വിശ്വാസത്തിന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അല്ലാഹു ശിക്ഷ നൽകുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങളുടെ തലയിൽ വെക്കരുത്, നിങ്ങൾ തന്നെയാണ് അതിനുള്ള കുറ്റക്കാർ എന്നവർ മറുപടി പറയുമെന്നാണ്. മൂന്നാമതായി വഖാലല്ലദീന സ്തുദഇഫൂ ലില്ലദീന ഇസ്തക്ബറൂ, സംവാദാണ്, തർക്കമാണ്. ആര് തമ്മിലാ? പിഴച്ചവരും പിഴപ്പിച്ചവരും തമ്മിലുള്ള തർക്കം, നേതാക്കന്മാരും അനുയായികളും തമ്മിലുള്ള തർക്കം പരലോകത്ത് വെച്ചാണ്, നരകത്തിന്റെ മുന്നിൽ വെച്ചാണ്, വിചാരണയുടെ മുമ്പിൽ വെച്ചാണ്, അള്ളാഹുവിന്റെ കോടതിയിൽ ശിക്ഷ തീരുമാനിക്കാനിരിക്കുമ്പോഴാണ് ഈ ചർച്ചകൾ ഉണ്ടാകുന്നത്, ഈ തർക്കങ്ങൾ ഉണ്ടാകുന്നത്, കക്ഷിയായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ആക്ഷേപിക്കുന്നത്. ഇത് തഅ്മുറൂനനാ, നിങ്ങളാണ് ഞങ്ങളോട് കൽപ്പിച്ചത്, അന്നകുഫുറ ബില്ലാഹി, അല്ലാഹുവിൽ കുഫ്ർ വരുവാൻ, അല്ലാഹുവിൽ അവിശ്വസിക്കുവാൻ നിങ്ങളാണ് ഞങ്ങളോട് കൽപ്പിച്ചത്. മുദബ്ബിറുൽ ആലം, അല്ലയാണ് എന്ന ബോധമുണ്ടായിരുന്ന മനുഷ്യന്റെ തലച്ചോറിലേക്ക് ഈ മരിച്ചുപോയ മനുഷ്യനും മുദബ്ബിറുൽ ആലമാണ്. നിങ്ങളാണ് ഞങ്ങളോട് കൽപ്പിച്ചത് അന്നകുഫുറ ബില്ലാഹി, മുദബ്ബിറുൽ ആലം അല്ലയല്ല ഇന്നയാളാണ് എന്ന് വിശ്വസിക്കുവാൻ, വനജ്അല ലഹു അന്ദാദൻ, അല്ലാഹുവിന് പകരക്കാരെ ആക്കാനും നിശ്ചയിക്കാനും വിശ്വസിക്കാനും ഞങ്ങളോട് കൽപ്പിച്ചത് നിങ്ങളാണ്. അല്ല മാത്രല്ല, ഈ ലോകം നിയന്ത്രിക്കുന്നതിൽ അല്ല മാത്രല്ല, ഒരു വിശ്വാസത്തിന്റെ അഖീദയുടെ ഒരു ഭാഗത്ത് മാത്രമാണ് പിഴവുണ്ടായിരുന്നത്. അതേതാ ഭാഗം? ഇലാഹ് അല്ലയാണ് എന്ന് വിശ്വസിക്കുന്നിടത്താണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പിഴവുണ്ടായിരുന്നത്. ആരാധിക്കാനും പ്രാർത്ഥിക്കാനും അള്ളാഹു മാത്രം മതി എന്ന് പറയുമ്പോൾ അതല്ല, അല്ല അല്ലാത്തവരെയും ആരാധിക്കുക, അല്ല അല്ലാത്തവരോടും പ്രാർത്ഥിക്കുക, അല്ല അല്ലാത്തവരോടും സഹായം തേടുക എന്നിടത്താണ് ഉണ്ടായത്. അത് തൗഹീദിന്റെ ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. എന്നാൽ ഇപ്പൊ കേരളത്തിലെ മുസ്ലിങ്ങൾക്കുള്ള രോഗം പുതുതായി കടന്നു വരുന്ന എന്താണ്? ഉലൂഹിയത്തിൽ മാത്രമല്ല, റുബൂബിയത്തിലേക്ക് കൂടി വിശ്വാസത്തിന്റെ ജീർണത പകരുകയാണ്. എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളയാണ് എന്ന് വിശ്വസിച്ച, എല്ലാം പടച്ചത് റബ്ബാണ് എന്ന് വിശ്വസിച്ച, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് എന്ന് വിശ്വസിച്ച കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ തലച്ചോറിലേക്കാണ് മരിച്ചുപോയൊരു മനുഷ്യനെ ചൂണ്ടിയിട്ട് അയാൾ മുദബ്ബിറുൽ ആലമാണ്, അയാൾ ഈ ലോകം നിയന്ത്രിക്കുന്നതിൽ പങ്കുള്ള ഒരാളാണ് എന്ന് പറയുന്നതും പഠിപ്പിക്കുന്നതും. സഹോദരങ്ങളെ, അവിടെയാണ് ഇവർ തമ്മിൽ തർക്കിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്ക വിതർക്കങ്ങളാണ്. നിങ്ങൾ പറഞ്ഞിട്ടാണ്, നിങ്ങൾ കൽപ്പിച്ചിട്ടാണ്, നിങ്ങൾ കാണിച്ചു തന്നിട്ടാണ്, നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പഠിച്ചുപോയത്, ഞങ്ങൾക്ക് അതുകൊണ്ടാണ് കുഫ്ർ വന്നത്, ഞങ്ങൾ ആരും കിതാബ് ഓതി പഠിച്ചല്ല. സാധാരണക്കാരായ ആൾക്കാരെന്താ പറയാ, ഞാൻ പോയി കിതാബ് ഓതി പഠിച്ചിട്ടില്ല, ഉസ്താദ് പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ പഠിച്ചുപോയത്, ഞാൻ കിതാബ് ഓതിയിട്ട് ഏതെങ്കിലും വിശ്വാസം സ്വീകരിച്ചിട്ടില്ല, ഉസ്താദ് പറഞ്ഞപ്പോഴാണ്, നേതാവ് പറഞ്ഞപ്പോഴാണ് ഞാൻ സ്വീകരിച്ചത് എന്നാണ് സാധാരണക്കാരായ ആളുകൾ പറയുക. ഹാദാ ഫൗജുൻ മുഖ്തഹിമുൻ, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹ് പറയാണ്, ഹാദാ ഫൗജുൻ മുഖ്തഹിമുൻ മഅകും ലാ മർഹബൻ ബിഹിം ഇന്നഹും സ്വാലുൻ നാർ. ഈ സാധാരണക്കാരായ ആളുകളെ അവരെ ആശ്രയിച്ചുകൊണ്ട്, അവരുടെ സമ്പത്തിനെ ആശ്രയിച്ചുകൊണ്ട്,
അവരുടെ സംഭാവനയെ ആശ്രയിച്ചുകൊണ്ടാണ് ഇത്തരം സംഘടനകളൊക്കെ നിലനിൽക്കുന്നത്. അവര് പണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഴച്ച വിശ്വാസങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. ഈ പഴച്ച വിശ്വാസങ്ങളൊക്കെ തെളിവുകൾ ഉണ്ടാക്കി സിദ്ധാന്തവൽക്കരിക്കുന്നത് പടച്ചോ മാത്രം മതി, അള്ളാഹ്ക്ക് മാത്രം ആരാധന, അള്ളാഹ്ക്ക് മാത്രം സുജൂദ്, അള്ളാഹിനോട് മാത്രം സഹായതട്ടം എന്ന് പറഞ്ഞാൽ വരുമാനം നഷ്ടപ്പെടുമെന്ന വ്യക്തമായ ബോധമുള്ളത് കൊണ്ടാണ് ഈ ആളുകൾ എങ്ങനെ ഉസ്താദുമാർ, വലിയ വലിയ ഷെയ്ഖുമാർ, മൗലാനമാർ കൊണ്ടു നടക്കുന്നത്. പക്ഷെ പരലോകത്ത് വരുമ്പോ ഹാദാ ഫൗജും മുഖ്തഹിമും മഅകും, നിങ്ങളോടൊപ്പം തിക്കിത്തിരക്കി കൂടി വന്നിരുന്ന ആളുകൾ അവരിതാ എന്ന് പറഞ്ഞ് അവരുടെ അനുയായികളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. നേതാക്കന്മാരെന്താ പറയാന്നറിയോ? ലാ മർഹബം ബിഹിം, ലാ മർഹബം ബിഹിം, ഞങ്ങളവരെ സ്വീകരിക്കുന്നതേയില്ല, അവരും ഞങ്ങളും തമ്മിൽ ഒരു ബന്ധമല്ല, അവരെ ഞങ്ങൾക്ക് കാണേണ്ടതില്ല, ഞങ്ങൾക്കവരെ ഇഷ്ടമല്ല. ലാ മർഹബം ബിഹിം. യാവിലാകുമ്പോ ഇങ്ങനെ ഈച്ച പൊത്തുന്നത് പോലെ ഉസ്താദിനെ കാണുമ്പോ, ഷെയ്ഖിനെ കാണുമ്പോ ഇങ്ങനെ വന്നുകൂടും ആളുകൾ, തിക്കിത്തിരക്കി വന്നുകൂടിയിരുന്നവർ. ദുനിയാവിലും പരലോകത്തും അവർ നിങ്ങളുടെ കൂടെ ഇങ്ങനെ കൂട്ടം കൂടി വരികയാണ്. അപ്പൊ നേതാക്കന്മാരെന്താ പറയാ? ലാ മർഹബം ബിഹിം ഇന്നഹു സ്വാലുന്നാർ, അവർ നരകത്തിലേക്ക് പോകാനുള്ളവരാണ്, അവർ നരകാവകാശികളാണ്, അവർ ഞങ്ങളും തമ്മിൽ ഒരു ബന്ധമില്ല, അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നേയില്ല എന്നാണ് നേതാക്കന്മാർ മറുപടി പറയുക. ഖാലൂ ബൽ അൻതും. അപ്പൊ അനുയായികൾ പറയും, പരിശുദ്ധ ഖുർആനാണ് ഇതൊക്കെ വിശദീകരിക്കുന്നത്. അപ്പൊ അനുയായികൾ പറയും, ഖാലൂ ബൽ അൻതും ലാ മർഹബം ബികും, നിങ്ങൾക്കാണ് ഒരു സ്വാഗതമില്ലാത്തത്, നിങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിൽ ഒരു സ്വാധീനമില്ല, നിങ്ങളെയാണ് ഞങ്ങൾ തള്ളിപ്പറയുന്നത്. അൻതും ഖദ്ദംതുമൂഹു ലനാ, അൻതും ഖദ്ദംതുമൂഹു ലനാ, ഞങ്ങൾ എന്ത് വിശ്വസിച്ചുവോ ആ വിശ്വാസത്തിലേക്ക് നിങ്ങൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയതാണ്. ഞങ്ങൾ വെറുതെ മുദബ്ബിറുല്ലാൽ എന്ന് പറഞ്ഞ് പൊട്ടിമുളച്ചവരല്ല. ഞങ്ങൾ ഖബറിന്റെ അടുത്ത് പോയിട്ട് ₹1 ഖബറിന്റെ അവിടെ ആ ബക്കറ്റിലിട്ടിട്ട് ഖബറിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞ് ന്യായീകരിച്ച് ആയത്തോതി ഹദീസ് ഉദ്ധരിച്ച് ഞങ്ങളെ പിഴപ്പിച്ചപ്പോഴാണ് ഞങ്ങൾ പഴിച്ചുപോയത്. അൻതും ഖദ്ദംതുമൂഹു ലനാ, ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ വന്നവരാണ്, നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ നടന്നവരാണ്, നിങ്ങൾ കാണിച്ച മാതൃകകളാണ്, നിങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടാണ്, നിങ്ങൾ ഞങ്ങളെ സ്വാധീനിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പിഴച്ചുപോയത്. അൻതും ഖദ്ദംതുമൂഹു ലനാ. സഹോദരങ്ങളെ, ഇത് നമ്മൾ മനസ്സിരുത്തി നമ്മൾ മനസ്സിലാക്കുകയും മറ്റുള്ളവരോട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സംഗതിയാണ്. ദുനിയാവുന്ന ആൾക്കാർക്ക് ബോധ്യപ്പെടൂല, ദുനിയാവുന്ന ആളുകൾ ചിന്തിക്കൂല. നേതാവിനെ കണ്ണടച്ച് വിശ്വസിച്ച് അന്ധമായി ആളുകളെ പിൻപറ്റി ഇങ്ങനെ പോവുകയാണ്. വല്യുസ്താദിന് അപകടം പറ്റൂല, വല്യുസ്താദിന് അബദ്ധം പറ്റൂല, വല്യുസ്താദ് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് വേറൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന യാക്കവുമായി ജനങ്ങൾ ഇങ്ങനെ പോവുകയാണ്. അപ്പോ മരിച്ചുപോയ ഒരാള് വലിയാണ് എന്ന് പറഞ്ഞാലും, മരിച്ചുപോയ ഒരാള് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്ന് പറഞ്ഞാലും, മരിച്ചുപോയ ഒരാള് മുദബ്ബിറുൽ ആലമാണെന്ന് പറഞ്ഞാലും ഏറ്റവും അവസാനം അദ്ദേഹത്തെ പടച്ചവൻ എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് പാട്ടുപാടി വാദിക്കുന്ന ന്യായീകരിക്കുന്ന സാഹചര്യം മുസ്ലിം സമുദായത്തിൽ കേരളത്തിൽ ഉണ്ടായാലും അതിലൊന്നും അത്ഭുതപ്പെടാനില്ല. ഇത് മുമ്പത്തെ കാലത്തൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. അതാണ് ആളുകൾ പറയുന്നത് അൻതും ഖദ്ദംതുമൂഹു ലനാ. അനുയായികൾ നേതാക്കന്മാരോട് പറയും, പിൻപറ്റിയവർ ആരെ പിൻപറ്റിയോ അവരോട് വിളിച്ചു പറയും, നിങ്ങളാണ് ഈ രൂപത്തിൽ ഞങ്ങളെ സ്വാധീനിച്ചത്, നിങ്ങളാണ് ഞങ്ങൾക്ക് ഈ മാർഗം കാണിച്ചു തന്നത്, നിങ്ങളാണ് ഞങ്ങളുടെ മാതൃകയായിട്ട് ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്, ആദ്യം നടന്നത് നിങ്ങളാണ്, നിങ്ങളുടെ കാൽപാദങ്ങളെ പിൻപറ്റിയാണ്, നിങ്ങളുടെ വിശ്വാസങ്ങളെയും നിങ്ങളുടെ ആചാരങ്ങളെയും നിങ്ങൾ കൽപ്പിച്ച കാര്യങ്ങളെയും അനുധാവനം ചെയ്തിട്ടാണ് ഞങ്ങൾ ശിർക്കിന്റെ വഴിയിലേക്ക് എത്തിയത്, ഞങ്ങൾ കുഫറിന്റെ വഴിയിലേക്ക് എത്തിയത് എന്നവർ പറയും. മാത്രല്ല അവർക്ക് വേണ്ടി ശാപപ്രാർത്ഥന നടത്തും. അവിടെ വെച്ചിട്ട് പടച്ചോനെ ഞങ്ങളെ ശിക്ഷിക്കാണ്, ഞങ്ങൾ ആ ശിക്ഷ ഏറ്റുവാങ്ങണം, ഞങ്ങൾ പിഴച്ചവരാണ്, പക്ഷെ ഞങ്ങളെ പിഴപ്പിച്ചവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്നീ പാവപ്പെട്ട ആൾക്കാർ പറയും. പിന്നാലെ കൂടിയവർ, ഉസ്താദിനെ കണ്ട് ദീൻ സ്വീകരിച്ചവർ, വല്യുസ്താദ് ആണ് ഇസ്ലാം മതം എന്ന് കരുതി കണ്ണടച്ചന്തമായി അതിന്റെ കൂടെ അങ്ങനെ പോയവർ, ഞാൻ ആ മഹല്ലിലാണ്, ആൾക്കാർ പറയും ആ മഹല്ലിലാണ്, ആ മഹല്ല് എന്താണോ അങ്ങനെ അതിന്റെ കൂടെ പോവുകയാണ്. ഞാന് പാരമ്പര്യമായിട്ട് ഞങ്ങളെ ഉപ്പിയും ബാപ്പിയും വല്ലിപ്പിയും ഒക്കെ ഇങ്ങനെ ഇതിന്റെ പിന്നാലെ ഈ ഉസ്താദ് പറയുന്ന അനുസരിച്ച്, ഈ സംഘടന പറയുന്ന അനുസരിച്ച്, ഈ കക്ഷി പറയുന്ന അനുസരിച്ച് അങ്ങനെ പോകുന്നവരാണ്. ഇനി ഒരു മാറ്റത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആൾക്കാർ അങ്ങനെയൊക്കെ ഇതിന്റെ കാര്യം പറയാം, വളരെ ലഘുവായിട്ടാണ് എടുക്കുക, വളരെ നിസ്സാരമായിട്ടാണ് എടുക്കുക. നിങ്ങൾ
നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയാണ് ദീനിന്റെ കാര്യത്തിൽ എന്റെ ബാപ്പാന്റെ പോലെ തന്നെ ഞാനും. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഇന്ന് പറയുന്ന ഈ വാദം ഇബ്രാഹിം നബി പറഞ്ഞാൽ അലൈഹിസ്സലാം ദീനിന്റെ കാര്യത്തിൽ എന്റെ അപ്പാന്റെ ദീനെന്തോ ആ ദീന് മതി എനിക്ക് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുന്റെ റസൂൽ ഒരു സ്വഹാബി വന്നിട്ട് ചോദിക്കുകയാണ് അള്ളാഹുന്റെ റസൂലിനോട്, അള്ളാഹുന്റെ റസൂലെ എന്റെ ഉപ്പാന്റെ അവസ്ഥ എന്താണ്, പരലോകത്തിന്റെ ഉപ്പാന്റെ അവസ്ഥ എന്താണ്? അള്ളാഹുന്റെ പ്രവാചകൻ, വഹി ലഭിക്കുന്ന പ്രവാചകൻ റസൂലുള്ള പറഞ്ഞു, ഫിന്നാർ, എന്റെ അറിവ് വെച്ച് താങ്കളുടെ ഉപ്പ നാളെ പരലോകത്ത് നരകാവകാശിയാണ്. സങ്കടത്തോടെ മടങ്ങി വഹി കിട്ടുന്നുണ്ട് റസൂല് പറയാണ് മരണപ്പെട്ടുപോയ ഉപ്പ പരലോകത്ത് നരകാവകാശിയാണ് എന്ന് പറയാണ്. സങ്കടപ്പെട്ട ആ മനുഷ്യൻ മടങ്ങുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നുണ്ട്, മടക്കി വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു, അബീ വ അബാക ഫിന്നാർ. അർത്ഥം നിങ്ങൾക്ക് അറിയും, അബീ വ അബാക ഫിന്നാർ, എന്റെ ഉപ്പയും നിന്റെ ഉപ്പയൊക്കെ നരകത്തിലാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പരിശോധിച്ചോ, നിങ്ങൾ ഗൂഗിൾ ചെയ്തോ, എല്ലാവർക്കും അറബിയിൽ അബീ വ അബാക ഫിന്നാർ എന്ന അറബിയിൽ ഗൂഗിൾ അടിച്ചു കൊടുത്താൽ അതിന്റെ ഹദീസ് കിട്ടും, അതിന്റെ മത്ന് കിട്ടും, അതിന്റെ റിപ്പോർട്ട് കിട്ടും, ഏത് കിതാബിലാണ് എല്ലാം കിട്ടും. അബീ വ അബാക ഫിന്നാർ. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഞാൻ ഇനി പുതുതായ ഒന്നിലേക്കും പോകുന്നില്ല, എന്റെ ഉപ്പാന്റെ മാർഗം എന്തോ ആ നീര് മതി എന്ന് മുഹമ്മദ് നബി പറഞ്ഞാൽ ഇപ്പാന്റെ ദീനു മതി, വെല്ലിപ്പാന്റെ ദീനു മതി എന്ന് പറയുന്നത് അബദ്ധമാണത്, അപകടകരമായ വാദമാണത്. അങ്ങനെ പറഞ്ഞുകൂടാ ഒരു മുസ്ലിം. എനിക്ക് പ്രമാണം മതി, എനിക്ക് തെളിവ് മതി, എനിക്ക് ഖുർആനിലുള്ളത് മതി, എനിക്ക് റസൂല് പഠിപ്പിച്ചത് മതി എന്നാണ് സത്യവിശ്വാസി പറയേണ്ടത്. അത് പറയാതെ ഇങ്ങനെയുള്ള ആളുകളെ പിൻപറ്റിയവർ അവർ പരലോകത്ത് വരുമ്പോ റബ്ബിനോട് പറയും, ഖാലു, അവർ പറയും, റബ്ബനാ മൻ ഖദ്ദമ ലനാ ഹാദാ, ആരാണോ ഈ കാര്യത്തിൽ ഞങ്ങളെ മുന്നിൽ നടന്നിട്ട് ഞങ്ങൾക്ക് മോഡലായ കുറെ ആൾക്കാരുണ്ട്, മാതൃക കാണിച്ച് ക്ഷണിച്ച് വലിച്ച് കൂട്ടി ഞങ്ങൾ ഇതിലേക്കൊക്കെ കൊണ്ടുപോയ ആൾക്കാരുണ്ട്, ഫസിദ്ഹു അദാബൻ ലിഅഫൻ ഫിന്നാർ, ഞങ്ങൾക്കും അവർക്കും നരകാണ്, പക്ഷേ സിദ്ഹു അവർക്ക് കൂട്ടിക്കൊടുക്കണം, ലിഅഫൻ ഇരട്ടി, എത്രയാണോ ഞങ്ങൾക്ക് തരുന്നത് ഞങ്ങളെ പിഴപ്പിച്ചതിന്റെ കൂടി കുറ്റം അവർക്ക് കൊടുത്തിട്ട് സിദ്ഹു അദാബൻ ലിഅഫൻ ഫിന്നാർ, നരകത്തിന് നാഥ ഞങ്ങൾ അനുഭവിക്കുന്നതിന്റെ ഇരട്ടി ശിക്ഷ നീ അവർക്ക് നൽകണേ എന്ന് സാധുക്കളായ പാവങ്ങളായ ദുർബലരായ നേതാവിന്റെ വാക്ക് കേട്ട് പിഴച്ചുപോയ ആളുകൾ നാളെ പരലോകത്ത് പറയുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പഠിച്ചും പാലിച്ചും ജീവിക്കുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ കുടുംബസമേതം അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. ഞങ്ങളെ പിഴപ്പിച്ചവർക്ക് ഇരട്ടി നൽകണേ എന്ന് പറയുമ്പോൾ അള്ളാഹു അവർക്ക് നൽകുന്ന ഒരു ഉത്തരമുണ്ട്, ഖാല ലികുല്ലിൻ ലിഅഫുൻ വലാകിൻ ലാ തഅലമൂൻ, എല്ലാവർക്കും ഇരട്ടിയുണ്ട്, അവർക്ക് മാത്രമല്ല പഴച്ചോർക്കും പഴപ്പിച്ചോർക്കും. ലികുല്ലിൻ ലിഅഫുൻ, അള്ളാഹുവിന്റെ ഉത്തരാണ്. ശിക്ഷ എന്ന് പറയുമ്പോ പഠിക്കാൻ അവസരം ഉണ്ടായിട്ട്, പരിശോധിക്കാൻ അവസരം ഉണ്ടായിട്ട്, കണ്ണും കാതും കൽബും ഗ്രന്ഥവും നബിയും പ്രവാചകനും എഴുത്തും അക്ഷരവും വയലും എല്ലാം നിങ്ങൾക്കുണ്ടായിട്ട് കണ്ണടച്ച് കൂടെ പോയതല്ല. ലികുല്ലിൻ ലിഅഫുൻ, എല്ലാവർക്കും ഇരട്ടിയുണ്ട് എന്നാണ് അള്ളാഹു അതിന് മറുപടി നൽകുക എന്നുകൂടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. വഖാലതു ഊലാഹും ലിഉഖറാഹും ഫമാ കാന ലക്കും അലൈനാ മിൻ ഫളിൻ ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്സിബൂൻ. മുൻഗാമികൾ പിൻഗാമികളോട് പറയും, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ പിൻപറ്റിയത്, അതുകൊണ്ട് നിങ്ങൾ ചെയ്തതിന്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് യതഹാജ്ജൂന ഫിന്നാർ, നരകത്തിൽ കടന്നുകൊണ്ട് അവർ തർക്കിക്കും. ഫയഖൂലു ദുഅഫാഉ ലില്ലദീന ഇസ്തക്ബറൂ, വലിയ മേന്മ നടിച്ച് മുന്നിൽ നടന്നിരുന്ന നേതാക്കന്മാരായ ആളുകളോട് അനുയായികൾ അവിടുന്ന് പറയും, ഇന്നാ കുന്നാ ലക്കും തബഅൻ, നിങ്ങളുടെ കൂടെ കൂടിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായത്, ഞങ്ങൾ ഇതിൽ വന്നുപെട്ടത്, അള്ളാഹുവിന്റെ ശാപം ഞങ്ങൾക്ക് ഉണ്ടായത്. ഇന്നാ കുന്നാ ലക്കും തബഅൻ, ഞങ്ങൾ നിങ്ങളെ പിൻപറ്റിയാണ് ചെയ്തത്, ഞങ്ങളായിട്ട് പഴച്ചതല്ല.
ഞങ്ങൾ നിങ്ങളുടെ കൂടെ കൂടുകയാണ് ചെയ്തത്. എന്നിട്ട് അവര് ദയനീയമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഫഹൽ അൻതും മുഅ്നൂന അന്നാ നസീബം മിനന്നാർ. ഞങ്ങൾ അനുഭവിക്കുന്ന ശിക്ഷയുടെ ഒരു ഭാഗം, കുറച്ച് ഒരൽപ്പം ഞങ്ങളിൽ നിന്ന് നീക്കിത്തരാൻ, മാറ്റിത്തരാൻ, കുറച്ചെങ്കിലും ഇതൊന്ന് ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്താൻ അതിന് നിങ്ങളെ സഹായിക്കുമോ? ഞങ്ങളായിട്ട് പഴച്ചതല്ലല്ലോ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ കൂടിയതല്ലേ, നിങ്ങളെ വാക്ക് കേട്ടിട്ടല്ലേ, നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടല്ലേ, നിങ്ങളുടെ വയത് കേട്ടിട്ടല്ലേ, നിങ്ങളുടെ കുത്തുബ കേട്ടിട്ടല്ലേ, നിങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടല്ലേ ഞങ്ങളിങ്ങനെ പഴച്ചുപോയത്. അതുകൊണ്ടൊന്ന് സഹായിക്കുമോ? നിങ്ങളെ കൊണ്ട് കഴിയുമോ? ഞങ്ങൾ അനുഭവിക്കുന്ന ശിക്ഷ ഒന്ന് ലഘൂകരിച്ചു തരാൻ, ഇതിന്റെ ഒരു ഭാഗം ഒന്ന് മാറ്റിത്തരാൻ നിങ്ങൾക്ക് കഴിയുമോ? കാലല്ലദീന ഇസ്തക്ബറു. അപ്പൊ നേതൃത്വം കൊടുത്ത നേതാക്കന്മാരപ്പ അവരോട് പറയും, ഇന്നാ കുല്ലും ഫീഹാ. നിങ്ങൾ മാത്രമല്ല അത് അനുഭവിക്കുന്നത്, ഞങ്ങളും നിങ്ങളൊക്കെ, നമ്മളെല്ലാം ഇതിലാണ്. ഇന്നാ കുല്ലുൻ ഫീഹാ. നമ്മളെല്ലാരും ഇതിലാണ്, എല്ലാരും ഇപ്പോ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലാഹ ഖദ് ഹകമ ബൈനൽ ഇബാദ്. അള്ളാഹു അവന്റെ അടിമകളുടെ ഇടയിൽ വിധി തീർത്ത് കഴിഞ്ഞിരിക്കുന്നു, വിധി കൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ അനുഭവിക്കുന്നതൊക്കെ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്, നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന് ദുർബലരായ ആളുകളോട് അവർക്ക് നേതൃത്വം നൽകിയിരുന്ന ആളുകൾ പറയുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഒരായത്ത് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ. കുറെ ആളുകൾ നരകത്തിലേക്ക് വീഴുക. തുഖല്ലബു വുജൂഹും ഫിന്നാർ. നരകത്തിലേക്ക് ഇങ്ങനെ വന്നു വീഴുമ്പോ നമ്മൾ കുട്ടികളൊക്കെ വെള്ളത്തിലേക്ക് ചാടുമ്പോ ആദ്യം പോയി തലയും മുഖവും കുത്തുന്നത് പോലെ തഖല്ലബു വുജൂഹും ഫിന്നാർ. മുഖം കുത്തി നരകത്തിലേക്ക് വന്ന് മുഖം കുത്തി വീഴുന്ന ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. യഖൂലൂന. എന്നിട്ട് അവര് പറയുന്ന വാക്കുണ്ട്, പച്ച മലയാളത്തിൽ ഇത് വിശദീകരിക്കുമ്പോ നമ്മുടെ നാടിന്റെ സാഹചര്യങ്ങളും സംഘടനകളും നേതാക്കന്മാരും കക്ഷികളും പ്രസ്ഥാനങ്ങളും അവരുടെയൊക്കെ പണ്ഡിതന്മാരും ഉസ്താദുമാരും ഒക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഈ ആയത്തിന്റെ അർത്ഥം കൂടി ഒന്ന് കേൾക്കുക. ആളുകൾ പറയും, യാ ലൈതനാ അത്തഗ്നല്ലാഹ വ അത്തഗ്ന റസൂല. അല്ലാഹുവിനെ റസൂലിനെ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ജീവിതകാലത്ത് ദുനിയാവിൽ ജീവിച്ചപ്പോ മതപരമായ കാര്യങ്ങളിൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായനെ. ഞങ്ങൾ എന്താ ചെയ്തത്? വഖാലു, അവർ പറയും, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇന്നാ തഗ്നാ, ഞങ്ങൾ അനുസരിച്ചത് സാദതനാ വ കുബ്റാഅനാ. ഞങ്ങളുടെ കൂട്ടത്തിലെ വലിയ വലിയ ആൾക്കാരെ, ഈ സാദാത്തുക്കളെയും നേതാക്കന്മാരെയൊക്കെയാണ് ഞങ്ങൾ അനുസരിച്ചത്. അവരുടെ പിന്നാലെയാണ് ഞങ്ങൾ കൂടിയത്. അവർ പറയുന്നതിന് അനുസരിച്ചാണ് ഞങ്ങൾ ദീനെടുത്തത്. അവർ പറയുന്നതിനനുസരിച്ചാണ് ഞങ്ങൾ പലതും വിശ്വസിച്ചതും ചെയ്തു കൂട്ടിയതും. അവരോ ഫഅളല്ലൂന സബീല, അവർ ഞങ്ങളെ പിഴപ്പിച്ചു കളഞ്ഞു റബ്ബേ. ഫഅളല്ലൂന സബീല. ഇങ്ങനെ ഒരു ദുരന്തം ഒരു കൂട്ടം മനുഷ്യർക്ക് നാളെ പരലോകത്ത് വരാനുണ്ട്. ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളെ പിഴപ്പിച്ചു റബ്ബേ എന്ന് പറയുന്ന ഒരു വിഭാഗം നാളെ പരലോകത്ത് നരകാവകാശികളായി നരകത്തിൽ മുഖം കുത്തി വീഴുന്നവരുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കാൻ. നമ്മൾ ആ കൂട്ടത്തിൽ പെട്ടുപോകരുത്. ആരെ സ്വീകരിക്കുമ്പോഴും, ഏത് കക്ഷിയുടെ, ഇന്ന വിഭാഗം, ഇന്ന സംഘടന, ഇന്ന പ്രസ്ഥാനം എന്നല്ല ഞാൻ പറയുന്നത്, ഏത് കക്ഷിയുടെ കൂടെ കൂടുമ്പോഴും അത് ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ്, ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്, സ്വഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന ബോധ്യത്തോടെ, തിരിച്ചറിവോടെ. അതിലൊന്നും ഒരു വാശി നമുക്ക് ഉണ്ടാകേണ്ടതില്ല, തിരുത്തുന്നതിൽ ഒരു മടി നമുക്ക് ഉണ്ടാകേണ്ടതില്ല. പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ അബദ്ധങ്ങളുണ്ടെങ്കിൽ പിന്മാറി ഖുർആനിന്റെ മാർഗത്തിലേക്കും ഹദീസിന്റെ മാർഗത്തിലേക്കും തിരിച്ചു വരുന്നതിൽ ഒരു മടിയും നമുക്ക് ഉണ്ടാകേണ്ടതില്ല. ആരുടെയെങ്കിലും കൂടെ കൂടി നഷ്ടപ്പെടുത്താനുള്ളതല്ല നമ്മുടെ ജീവിതം. ഇങ്ങനെ സങ്കടപ്പെടേണ്ടി വരുന്ന ആളുകൾ നാളെ പരലോകത്തുണ്ട്. എന്നിട്ട് അവസാനം അവരെന്താ പറയാന്നറിയോ? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ആത്തിഹിം ദഅഫീനി മിനൽ അദാബ്, ഞങ്ങൾക്ക് നൽകുന്നതിനേക്കാൾ ഇരട്ടി ശിക്ഷ നീ അവർക്ക് നൽകണേ. വൽ അൻഹും, അല്ലാഹുവേ നീ അവരെ ശപിക്കണേ റബ്ബേ. ലഅനൻ കബീറ, നിന്റെ വലിയ ശാപം അവരുടെ മേൽ നീ ചൊരിയണേ എന്ന് മനുഷ്യർ നാളെ പരലോകത്ത് അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, അഖീദ സ്വീകരിക്കുമ്പോ, വിശ്വാസം സ്വീകരിക്കുമ്പോ, ദീനിനെ സ്വീകരിക്കുമ്പോ, ജീവിക്കാൻ ഒരു മാർഗം തിരഞ്ഞെടുക്കുമ്പോ, അത് ബാപ്പാന്റെ താവഴി, ഉമ്മാന്റെ താവഴി പാരമ്പര്യമായിട്ട് ഇങ്ങനെ കിട്ടിയത് അതല്ല ഒരു വിശ്വാസിയുടെ മുമ്പിലുള്ള മാർഗം. മഹല്ലേതാണോ അതാണ്, ആ നാട്ടിലെ മഹല്ലിലെ വിശ്വാസം എന്താണോ അതാണ് എന്റെ വിശ്വാസം. അതല്ല ഒരു വിശ്വാസിയുടെ മാർഗം. ഞങ്ങളിങ്ങനെ പരമ്പരാഗതമായിട്ട് ചെയ്തു പോരുന്നു, ഇങ്ങനെ ചെയ്തു പോവുകയാണ്. അതല്ല ഒരു സത്യവിശ്വാസിയുടെ മാർഗം. ഞാൻ പഠിച്ചു, ഞാൻ അറിഞ്ഞു, ഞാൻ കേട്ടു, ഞാൻ വായിച്ചു, ഞാൻ മനസ്സിലാക്കി, ഞാൻ ആയത്ത് ചോദിച്ചു, ഞാൻ ഹദീസ് ചോദിച്ചു, ഞാൻ തെളിവന്വേഷിച്ചു,
ആഗ്രഹിച്ചു, ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു, ശരി എന്താണ്, ഏതാണ് യഥാർത്ഥത്തിലുള്ള വഴി, എനിക്ക് ആശയക്കുഴപ്പമുണ്ട്, എന്നെ സഹായിക്കണ റബ്ബേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടായാൽ ഖുർആനിന്റെ കൂടെ ഒരു ഉസ്താദും എനിക്ക് അതിന്റെ മുമ്പിൽ തടസ്സമല്ല, ഹദീസിന്റെ കൂടെ ഒരു സംഘടനയും എനിക്ക് അതിന്റെ മുമ്പിൽ തടസ്സമല്ല, എന്റെ റസൂലിന്റെ കൂടെ ഒരു പ്രസ്ഥാനവും കക്ഷിയും എനിക്ക് അതിന്റെ മുന്നിൽ തടസ്സമല്ല എന്നൊരു മാനസികാവസ്ഥയോടുകൂടെ അല്ലാഹുവേ നാഥ ഹിദായത്ത് നൽകണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ പടച്ചോൻ നമ്മളെ സഹായിക്കും. അല്ലാഹു ഈ വിഷയത്തിൽ സഹായം നൽകുന്ന, മാർഗം കാണിക്കുന്ന, രക്ഷപ്പെടുത്തുന്ന സ്വാലിഹ്യങ്ങളിൽ, സജ്ജനങ്ങളിൽ, സദ്വർത്തവാന്മാരിൽ കുടുംബസമേതം അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി നമ്മളെ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പരലോകത്ത് ചിലപ്പോൾ നമ്മെ പിരിഞ്ഞുപോയ മാതാപിതാക്കളുടെ, സഹോദരി സഹോദരന്മാരുടെ, ബന്ധുമിത്രാദികളുടെ കൂടെ പരലോകത്ത് സ്വർഗ്ഗത്തിൽ ഒത്തുചേരാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുമുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ വിശ്വാസവും നമ്മുടെ അഖീദയും നമ്മുടെ ഈമാനും പരിശുദ്ധ ഖുർആനിനും അല്ലാഹുവിന്റെ പ്രവാചകന്റെ അധ്യാപനങ്ങൾക്കും അനുസരിച്ച് ചിട്ടപ്പെടുത്താനും ശരിപ്പെടുത്താനും അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ജീവിച്ചു മരിക്കാനുള്ള സൗഭാഗ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മരണപ്പെടുന്ന സമയത്ത് മനസ്സറിഞ്ഞ് ഉച്ചരിച്ച് മരണപ്പെടാനുള്ള സൗഭാഗ്യം, മുവഹ്ഹിദുകളുടെ കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായി തിരിച്ചറിഞ്ഞ് അല്ലാഹുവിൽ വിശ്വസിച്ച് മരണപ്പെട്ട സജ്ജനങ്ങളായ മുവഹ്ഹിദുകളോടൊപ്പം നാളെ പരലോകത്ത് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കും നമ്മുടെ മക്കൾക്കും വരും തലമുറകൾക്കും എല്ലാം റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ ഹയാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീന വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീന വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബന ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറ മുഖാമ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ.